നമ്മള് വീട്ടില് സ്ത്രീകൾക്ക് നിങ്ങൾ നിർബന്ധമായും ഇത് മറക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് വീട്ടിലെത്തുന്നവരൊക്കെ ഈ ജാതി കുട്ടികൾ പെരയിലുണ്ടാവും. ഉമ്മാന്റെ കയ്യിലാണ്, നമ്മളെ ഭാര്യയുടെ കയ്യിലാണ്, നമ്മളെ മകളെ കയ്യിലാണ്, മരുമോളെ കയ്യിലാണ് ഈ കുട്ടി ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടീന്റെ തൊള്ളയിൽ എന്തെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും വസ്തുക്കളോ, ഇതാ തങ്ങള് കൊടുത്തതാണ് ഈ കവറ്, ഈ സഞ്ചി. അതിലേക്ക് നിങ്ങൾ വർക്കത്തിൽ ഇങ്ങനെ ഇട്ട് പോവുക. ശല്യം ഉണ്ടാവും. ചില്ലറ എഴുതുന്ന അറിയില്ലേ, ചില്ലറ ഇട്ടാ ഒച്ചമ്പുളി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇട്ടാൽ വണ്ടി ഇത് വരും കേട്ടോ. ഇതാ അതിന്റെ ഇടയ്ക്ക് ഇത് കണ്ടോളി. അപ്പം ഇങ്ങനെ ഒരു കുട്ടിന്റെ തൊള്ളയിൽ എന്തോ ഒന്ന് പോയിന്, ശ്വാസം കിട്ടില്ല, കുട്ടി ഇങ്ങനൊക്കെയാണ്. എന്തായിരിക്കും അവസ്ഥ? കുട്ടി മരിക്കും ഉറപ്പാണ്. നിങ്ങൾ എന്ത് സ്പീഡിൽ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും 10 മിനിറ്റിലധികം ഒരിക്കലും ഈ കുട്ടി ജീവനോടെ ഇരിക്കൂല. സംഭവം ഇവിടെ റംബൂട്ടാൻ കുടുങ്ങിയതാണ്, അല്ല ക്രയോൺസിന്റെ കഷ്ണം കുടുങ്ങിയതാ, അല്ലെങ്കിൽ ഒരു 50 പൈസന്റെ കോയിൻ കുടുങ്ങിയതാണ്. മറ്റേ കുട്ടി പിരാന്തം കുട്ടിയിട്ടതാണ്. മറ്റേ ഇതുണ്ടല്ലോ മൂച്ചി പിരാന്ത്, കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഇട്ട് കൊടുത്തത്. അതാണ് ഇപ്പൊ അണ്ണാക്ക് കുടുങ്ങി കിടക്കണം. ഈ കുട്ടീനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഉടനെ വാങ്ങണം. നമ്മൾ ഈ കുട്ടിന്റെ ഉമ്മാന്റെ കാര്യം കഷ്ടമായിരിക്കും, അത് ബോധം കെട്ടി വീണുണ്ടാവും, അതിനെ വേറെ അമർത്തണം. ഈ കുട്ടിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതിനെ വാങ്ങുക, നിങ്ങൾ കമഴ്ത്തി പിടിക്കുക. ഈ നമ്മളെ കയ്യിലേക്ക് ഇത് 1 വയസ്സ് 1.25 വയസ്സ് വരെ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇങ്ങനെ കമഴ്ത്തി പിടിക്കാം. എന്നിട്ട് ഇത് എങ്ങനെ വെക്കുക, കണ്ടോ, ഇങ്ങനെ വെക്കുക. ഇത് 45 ഡിഗ്രി. അതൊക്കെ ഞാൻ പെരേന്ന് അളന്നുകൊണ്ടാണ് എന്റെ കാല്. നിങ്ങൾ ഇങ്ങനെ വെച്ചാലും 45 ഡിഗ്രി ആവും. ഇങ്ങനെ വെക്കുക. ഇവിടെ തുറന്നു വെക്കണം കേട്ടോ. തൊള്ള നമ്മളെ അടിക്കാൻ പോവാ, അടിച്ചാൽ തൊള്ളയെ കൂടി ഒരു പോരണം. ഇങ്ങനെ പിടിച്ചാൽ 5 റുപ്യ ആട്ടന്നെ പോയിക്കോളും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് ഇതാ 2 പുറംചട്ടന്റെ ഇടയിൽ ആഞ്ഞടിക്കുക, മുന്നോട്ടടിക്കണം. മുന്നോട്ട് ഇതാ 1 2 3 4 5 പോന്നില്ല. നല്ല കൊടുക്കാ കുടുങ്ങിയത്, അല്ലെങ്കിൽ അടിക്ക് പോരേണ്ടതാണ്. പോന്നില്ല. 5 അടി അടിക്കാവും. ഇനി 1ാമത്തേന് പോന്നാ ബാക്കി തേക്കാൻ കേട്ടോ. ഇസ്ലാംകാരി 5 അല്ല, 7 അടി 5 തന്നെ. അപ്പൊ എന്നാ 1 മതിയാവില്ലാന്ന് വിചാരിച്ചിട്ട് ബാക്കി 1ലാ 2ലാ 3ലാ പോന്ന വെച്ചാൽ അവിടെ ചെന്ന് നിർത്തിക്കോളി. പോന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കാല് മാറ്റി എന്റെ ഈ കയ്യിലേക്ക് ഞാൻ ഇതിനെ മലർത്തിക്കിടത്തി. ഇതാ തല, കഴുത്ത് എല്ലാം എന്റെ കയ്യിൽ ലോക്കാണ്. വീണ് പോയത് അമ്മ തീരെ പോർക്കൂല. മനസ്സിലായില്ലേ? ഇത് കുട്ടി ജീവല്ലേലും മതില്ല, കുട്ടിയെ തള്ളിയിടല്ലേ. അപ്പൊ ഇതങ്ങനെ വെച്ചു. 2 വിരലുകൊണ്ട് ഈ ചെസ്റ്റിന്റെ സെന്ററിൽ, കുട്ടിയുടെ ചെസ്റ്റിന്റെ സെന്ററിൽ ഒരു 5 അമർത്തല്. 1 2 3 4 5. 2 വിരലുകൊണ്ടാണ് 5 അമർത്തല്. എന്തിനാറിയോ? ഹാർട്ട് വർക്ക് ചെയ്യിക്കാണ്. ഇത് ശ്വാസം നിന്നാൽ ഹൃദയം നിൽക്കും, മരണത്തിലേക്ക് പോവാണ്. തലച്ചോറ് പൂർണ്ണമായി മരവിക്കാൻ പോവാണ്, രക്തം കിട്ടാതെ. ഇവിടെ നമ്മള് ഹൃദയത്തെ ഒന്ന് പമ്പ് ചെയ്യിച്ചു. ശേഷം വീണ്ടും പഴയ തന്നെ കമഴ്ത്തി പിടിച്ചു. ഇതാ എന്നിട്ട് ഇത് അവിടെ പിടിക്കണം, ശ്രദ്ധിക്കണം. ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് അടിക്കുകയാണ്. ഇരുന്നിട്ട് ചെയ്യട്ടോ. ഇങ്ങനെ 1 2 3. കുട്ടിയതാ കരയണ്, സാധനം തെറിച്ച് പോയിനതാ. രക്ഷപ്പെട്ട് കടലമണിയിരുന്നു. മനസ്സിലായില്ലേ? കുട്ടീനെ അമ്മന്റെ അടുത്ത് കൊടുക്കുക, മുല കൊടുക്കട്ടെ. എന്നിട്ട് ഈ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. എന്നിട്ട് പറയണം, നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ സാർ സാധനം തിരിച്ചു വന്നു, കുട്ടി കരഞ്ഞു, നീല കളറായിട്ടുണ്ടാവും ഇവിടെയൊക്കെ ശ്വാസം കിട്ടാതെ. ഇങ്ങനെ രക്ഷപ്പെട്ടാൽ ആ വീട്ടിൽ എന്ത് സന്തോഷമായിരിക്കും. ഈ കാര്യമൊന്നും പഠിക്കാതെ നമ്മൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ടും അല്ലെങ്കിൽ വലിയ നേതാവായിട്ടും ഒന്നും കാര്യം ഉണ്ടാവില്ല. നമ്മളെ മുന്നിൽ നിന്ന് ഈ കുട്ടി പടഞ്ഞാട് തീരും. ഇത് മറന്നു പോവോ? ഇതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, 5 back slap and 5 chest thrust. 5 back slap. ആദ്യം ചെയ്തത് സ്ലാപ്പ് പറഞ്ഞ എങ്ങനെ അടിക്കണേനാ, സ്ലാപ്പ് ഒപ്പനടി. പിന്നെ പറഞ്ഞത് 5 chest thrust, ചെസ്റ്റിൽ 5 അമർത്തല്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഇത് മറക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ.